ജൂൺ 19 നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ വിദ്യാർത്ഥി യുവജന നേതാവ് കൂടിയായ സഖാവ് എം സ്വരാജിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള യൂത്ത് പരേഡാണ് ഇവിടെ നിന്നും ആരംഭിക്കുന്നത്. യൂത്ത് വിത്ത് സ്വരാജ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുതിയ തലമുറ മുഴുവൻ സ്വരാജിനെ വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങണം എന്ന അഭ്യർത്ഥനയാണ് ഈ പരിപാടിയിൽ ലക്ഷ്യമിടുന്നത്. എന്തുകൊണ്ടാണ് യുവജനങ്ങൾ സ്വരാജിനോടൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം അണിചേരുന്നത്? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കഴിഞ്ഞ 9 വർഷമായി ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്നതും യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായ വികസനത്തിന് മുന്തിയ പരിഗണന നൽകുന്നതുമായ ഭരണമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മാനിഫെസ്റ്റോയിലൂടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റിയും പ്രതിവർഷം ചെയ്ത കാര്യങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചും LDF സർക്കാർ ജനങ്ങൾക്കൊപ്പമാണ് അണിനിരന്നത്. അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർവീസിലും മുഖ്യമായ ഒരു പ്രശ്നമായി ഉയർന്നു വരുമ്പോൾ കേരളത്തിലെ LDF സർക്കാർ നിയമന നിരോധനമല്ല, പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാരിന്റെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. രാജ്യത്താകെ PSC വഴി നടത്തിയ നിയമനങ്ങളുടെ 40% കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന സന്ദർഭത്തിലാണ് ഉണ്ടായത്. PSC വഴിയുള്ള നിയമനം കൊണ്ട് മാത്രം തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് LDF സർക്കാർ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുകയും അതുവഴി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തത്. 3.8 ലക്ഷം പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുകയും 7.8 ലക്ഷം തൊഴിൽ രഹിതർക്ക് ജോലി ലഭ്യമാക്കുകയും ചെയ്തു എന്നത് കേരള ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. അതിന് ഇടയാക്കിയത് തൊഴിൽ രഹിതരോട് ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം കൂടിയാണ് എന്ന് നാം തിരിച്ചറിയണം. IT മേഖലയിൽ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ആരംഭിച്ചത് റെക്കോർഡാണ്. UDF ഭരിക്കുമ്പോൾ കേവലം 300 സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ മാത്രമാണ് ആരംഭിച്ചതെങ്കിൽ ഇടതുപക്ഷ ഭരണകാലത്ത് അത് 6400 25,000 എത്തിക്കാനുള്ള നീക്കമാണ് തുടങ്ങിവെച്ചത്. ഇതിന്റെയൊക്കെ ഫലമായി മുൻ UDF ഗവൺമെന്റിന്റെ കാലത്ത് IT മേഖലയിൽ ലഭിച്ച തൊഴിൽ അവസരങ്ങളുടെ 10 ഇരട്ടിയിലധികം ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിക്കുകയുണ്ടായി. വ്യവസായ സൗഹൃദ സംസ്ഥാന പട്ടികയിൽ കേരളം നമ്പർ 1 ആണ്. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളുടെ കാര്യത്തിൽ കേരളം ഏഷ്യയിൽ 1-ാമതാണ്. ഇങ്ങനെ തൊഴിൽ രഹിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇടതുപക്ഷം എടുക്കുന്ന നടപടികളെ കുറിച്ച് ഏതൊരാൾക്കും തിരിച്ചറിയാൻ കഴിയുന്നത് മാത്രമാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ
കേരളത്തിലെ ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനത അതിന്റെ തുടക്കമെന്ന നിലയിൽ നിലമ്പൂരിൽ വിധി എഴുതാൻ പോവുകയാണ്. നിലമ്പൂര് വളരണമെങ്കിൽ, കേരളത്തിൽ വികസനം സാധ്യമാവണമെങ്കിൽ, LDFന്റെ ഒരു തുടർ ഭരണം ഉണ്ടാകണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട ജനങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. ഇടതുപക്ഷ വിജയം സുനിശ്ചിതമായ പശ്ചാത്തലത്തിൽ സഖാവ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പൊതുസമ്മതി നിലമ്പൂരിൽ ഉണ്ടായ പശ്ചാത്തലത്തിൽ പരാജയ വീതിയിൽ നിന്ന് നുണ പ്രചരിപ്പിക്കുകയാണ് വലതുപക്ഷം ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിരുന്നു വഴിക്കടവിലെ പ്രശ്നം. വഴിക്കടവിൽ പന്നിക്കെണിയിൽ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയെ ജീവൻ അപഹരിച്ചുകൊണ്ട് ആ കുടുംബത്തിന് ഭാവി വാഗ്ദാനം ഇല്ലാതാക്കിയതാണ് കോൺഗ്രസുകാർ. കോൺഗ്രസുകാരുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം കൊല നടത്തുക, അക്രമം നടത്തുക, എന്നിട്ട് മറ്റുള്ളവരുടെ മേൽ പഴിചാരുക എന്നതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത്. അതുതന്നെയാണ് വഴിക്കടവിൽ കണ്ടത്. പന്നിക്കണി ഒരുക്കി 15 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിയുടെ ജീവനെടുത്ത കോൺഗ്രസുകാർ നിലമ്പൂരിൽ അർദ്ധരാത്രി റോഡ് ഉപരോധത്തിലൂടെ സർക്കാർ സ്പോൺസർ ചെയ്ത കൊലയെന്ന് ആക്ഷേപം ഉന്നയിച്ചു. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെ പോലെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 1965-ലും 67-ലും ഏറനാടിന്റെ വിപ്ലവകാരിയായ കുഞ്ഞാലിയെ ജയിപ്പിച്ച നിലമ്പൂരിൽ പാവപ്പെട്ട തൊഴിലാളികളുടെ കൂലി കൂടുതലിന് വേണ്ടി പോരാട്ടം നടത്തിയ കുഞ്ഞാലിയെ കോൺഗ്രസുകാരാണ് കൊലപ്പെടുത്തിയത്. 2014 ഫെബ്രുവരി 5-ാം തീയതി ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ PA അടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിയ കൊലയായിരുന്നു കോൺഗ്രസ് ഓഫീസിലെ ജീവനക്കാരിയായ രാധയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസ്. 2023 ആഗസ്റ്റ് 13-ാം തീയതി നമ്മുടെ തൊട്ടടുത്ത തൂവൂരിൽ സുജിതി എന്ന കൃഷിഭവനിലെ താൽക്കാലിക ജീവനക്കാരിയുടെ ജീവൻ എടുത്തതും മറ്റാരുമല്ല, ആ സുജിതിയെ കൊലപ്പെടുത്തിയതിനു ശേഷം കൊന്നു കുഴിച്ചിട്ടത് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടുവളപ്പിലാണ്, സെപ്റ്റിക് ടാങ്കിന്റെ സമീപത്താണ്. ആ കൊലപാതകത്തിന് ശേഷം കൊല നടത്തിയവർ തന്നെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. പോലീസ് ശാസ്ത്രീയമായ അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതിയെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ആ കോൺഗ്രസുകാർ ഇപ്പോൾ ജയിലിലാണ്. ചുരുക്കത്തിൽ നിലമ്പൂരിലെ കോൺഗ്രസിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നടത്തുകയും മറ്റുള്ളവരുടെ മേൽ പഴിചാരുകയും ചെയ്യുക എന്നതാണ് അവരുടെ രീതി. ഇപ്പൊ ഇതാ UDF ഒരു വർഗീയ മുന്നണിയായി അധപ്പതിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടാൻ കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസും ലീഗും രാത്രി സഞ്ചാരികളെ പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളെ പോയി കണ്ട് പിന്തുണ നേടിയതാണ് ചരിത്രമെങ്കിൽ ഇപ്പൊ ഇതാ നിലമ്പൂരിലും ആ ചരിത്രം ആവർത്തിക്കുകയാണ്. അവര് പറഞ്ഞു UDFനാണ് പിന്തുണ. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി നിരവധി പ്രസംഗങ്ങൾ നടത്തിയ ഒരാളായിരുന്നു ആര്യാടൻ മുഹമ്മദ്. മതമൗലികവാദ രാഷ്ട്രീയത്തിന് എതിരായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകനും നിരവധി ഘട്ടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ എതിർത്തു. ഇപ്പോഴിതാ ജമാഅത്തെ ഇസ്ലാമി
മതരാഷ്ട്രവാദം അവസാനിപ്പിച്ചു എന്ന മട്ടിൽ പ്രതിപക്ഷ നേതാവ് പൂഴിക്കടവൻ രാഷ്ട്രീയമാണ് സ്വീകരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നയപരിപാടികൾ പരിശോധിച്ചാൽ RSSന്റെ അതേ നയമാണ്. തീവ്രവാദ രാഷ്ട്രീയമാണ്. അവർ മതരാഷ്ട്രവാദികളാണ്. RSSും മതരാഷ്ട്രവാദമാണ് ഉയർത്തുന്നത്. എല്ലാ മതരാഷ്ട്രവാദത്തെയും എതിർക്കുന്നതാണ് മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം. അതുകൊണ്ടാണ് വിവിധ സമുദായ സംഘടനകൾ ഈ മതരാഷ്ട്രവാദികളെ കൂട്ടിയ കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നത്. പ്രിയപ്പെട്ടവരെ, UDF ഇന്നൊരു വർഗീയ മുന്നണിയായി അധപ്പതിച്ചു. ആ വർഗീയ മുന്നണിക്കെതിരായി മതനിരപേക്ഷതയുടെ അടയാളമായി അരിവാൾ ചുറ്റിക നക്ഷത്രം നാടിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് M സ്വരാജിനെ നിങ്ങളെല്ലാം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് DYFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യൂത്ത് വിത്ത് സ്വരാജ് എന്ന പരിപാടി നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.